ഹലോ, ആരാ? ഞാനാ ശില്പി. നീയാണാ ശില്പി? അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ സോഡാ സർബത്ത് അടിക്കാൻ വന്നിരിക്കുന്നത്. അയ്യോ ഇത് രഘുവാ ശില്പി. ആ രഘു, എടാ ഞാനേ ഇവിടെ കോമഡി മാസ്റ്റേഴ്സിന്റെ 500ാമത്തെ എപ്പിസോഡ്. അപ്പൊ ഫ്ലോർ ഒന്ന് പുതുക്കി പണിയാൻ വേണ്ടി വന്നേക്കുവാ. ആഹാ, പണി തീർന്നോ? ഒരു പ്രതിമയുടെ പണി തീർന്നിട്ടുണ്ട്. ഇനി ഏതൊക്കെ പണി തീരുമെന്ന് തമ്പുരാൻ അറിയാം. തൊലിച്ചല്ലേടാ തൊലിച്ചല്ലേടാ. എടാ എന്റെ കൂടെ നടന്ന് എന്നെ ഇങ്ങനെ നാറ്റിക്കരുത്. നിനക്കറിയാലോ ഞാനൊക്കെ പെരുന്തച്ച ഫാമിലിയാണ്. ഞങ്ങളുണ്ടല്ലോ പാറയിന്ന് സപ്തസ്വരങ്ങൾ സൃഷ്ടിക്കും. ഏത് പറയുന്നു? ഏത് പാറയിന്ന് സപ്തസ്വരങ്ങൾ കേൾപ്പിക്കും. എന്നാ എന്റെ ആരും പറയുന്ന ഒരു ഫ്യൂഷൻ കേൾപ്പിച്ചാ ഒറ്റ അടിയടിച്ചാന്നുണ്ടല്ലോ. നീയൊക്കെ ഏതെങ്കിലും ഒരു പണി മര്യാദക്ക് ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പണി മര്യാദക്ക് ചെയ്തിട്ടുണ്ടോ? തോന്നിയാസം പറയരുത്. നിങ്ങളല്ലേ രഘുമോദാളിയുടെ വീട്ടിലൊരു മത്സ്യകന്യയെ കൊത്തിവെക്കാൻ പറഞ്ഞത്? ഞാൻ ചെന്നു കൊത്തിവെച്ചു. മത്സ്യനെ കൊത്തി വെച്ച് എന്തിനാ മത്സ്യ കന്യയുടെ മടിയിൽ 2 പിള്ളാരെ കൂടെ കൊത്തി വെച്ചത്? പെണ്ണല്ലേ, ഇരിക്കട്ടെ 2 പിള്ളേര്. കന്യക്ക് 2 പിള്ളാര്. എന്റെ വക ഫ്രീ. കന്യക്ക് 2 പിള്ളാര് എവിടെയെന്ന് മുതലാളി എടുത്ത് നാട്ടുകാർ ചോദിച്ചാൽ എന്തോ പറയും? അങ്ങേരല്ലെന്ന് പറയണം. അങ്ങേരെന്തിനാ എന്റെ കിടന്ന് വരവുന്നത്? പിന്നെ നിങ്ങൾ വലിയ ന്യായമൊന്നും പറയണ്ട. ചുണ്ടൻ വള്ളം പണിയാൻ പറഞ്ഞപ്പം നിങ്ങൾ തത്തമ്മ ചുണ്ടനെ പണിഞ്ഞു വെച്ച്. അത് സാധാ ശില്പികൾ ചുണ്ടൻ വള്ളം പണി. എന്നെ പോലുള്ള ശില്പി തത്തമ്മ ചുണ്ടൻ പണി. പിന്നെ കാല് പണിഞ്ഞു വെച്ച് എന്തിന്? തത്തമ്മയ്ക്ക് കാലില്ലേ? ആ കാല് ചെളി പൂന്നിട്ട് ആ വള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. അങ്ങോട്ട് ചെന്ന് കയറിക്കൂടെ അവര് തിരക്കുന്നുണ്ട്. നീ ഇങ്ങനൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? നിനക്ക് ഗുരുഭക്തി ഇല്ല. ആര് പറഞ്ഞു? നിനക്ക് ഗുരുഭക്തി ഇല്ല. തോന്നിയാസം പറയരുത്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്റെ ബഷീർ മാഷ് കായൽ മുങ്ങി താന്നപ്പോ ഞാൻ വിളിച്ചോണ്ട് ഓടിയിട്ടാ നാട്ടുകാർ കേട്ടത്. നീ എന്തോന്ന് വിളിച്ചോണ്ട് ഓടി? നാളെ ക്ലാസ് ഇല്ല, സ്കൂൾ അവധിയാണ്. എടാ ഗുരുക്കന്മാരെന്ന് പറയുന്നത് വഴികാട്ടിയാണ്. അപ്പൊ ഗൂഗിൾ മാപ്പ് എന്തിനു വലിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്? എടാ അങ്ങനല്ല. നീ ഒരു കാര്യം ചെയ്യും, പെട്ടെന്ന് പണി നിർത്താ 2 വൈകിട്ട് മേടിച്ചു തരാം. ഞാൻ വെള്ളോടി നിർത്തി. അണ്ണാ വെള്ളം അടിച്ചിട്ട് വീട്ടിൽ ചെന്ന പെണ്ണുപിള്ളേട്ട് അങ്ങ് വഴക്കാന്ന്, അങ്ങ് അടിയാവും. 1-2 പറഞ്ഞ് അവസാനം മുടിക്ക് കുത്തി പിടിക്കും, മുഖം പിടിച്ച് തറയിട്ട് വരയ്ക്കും, ചെരവയെടുത്തടിക്കും. ഒരു ബഹളം തന്നെ. അങ്ങനൊന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്ന അവളുടെ അടുത്ത് നിങ്ങൾ എന്ന് പറ. എന്നിട്ട് അവസാനം എല്ലാം കഴിയുമ്പോൾ മാറിയിരുന്ന് പട്ടി കരയും, നമുക്ക് കരയും. അത് കുറ്റബോധം കൊണ്ടായിരിക്കും. ഞാൻ കരയുന്നതിന് അവക്ക് നിന്നെ കുറ്റബോധം. എന്തൊക്കെ പറഞ്ഞാലും ശരിയാണ്. ഒരു പണിയെങ്കിലും വൃത്തിയായിട്ട് ചെയ്തല്ല. ആ മകുടത്തിന്റെ പണി തീർത്തല്ലോ. എവിടെ? ഇതെന്തോന്ന് മകുടം? എന്റെ ദൈവമേ, ഇത് പണിഞ്ഞു വെച്ചിട്ട് ഇത് എന്തെന്നറിയാമോ ഞാൻ ഇവിടെ വന്ന് കറങ്ങിയായിരുന്നു. ഇതെന്തോണ് എന്റെ പേര്? മകുടം. മകുടമെങ്കിൽ മകുടം. എടാ നീയൊക്കെ ഓരോ തോന്നിവാസങ്ങൾ ഇവിടെ കിടന്ന് കാണിക്കും. എന്നിട്ട് നമുക്ക് പണി തന്ന ആൾക്കാര് ഓരോ ചോദ്യത്തിന് മുമ്പ് ഞാൻ നിന്നങ്ങ് ഉത്തരം മുട്ടുവാ. അത്രക്ക് ടഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒറ്റ അടിയടിച്ചാൽ ഇന്നിറങ്ങിക്കോളൂ ഇവിടുന്ന്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഇറക്കി വിട്ടാ ഞാൻ ജീവിക്കും. നിങ്ങൾക്കറിയാമോ, ബർഗർ ഗോപുരത്തിന്റെ പണി ചെയ്യാൻ എന്നെ വിളിച്ചിട്ടുണ്ട്. ബർഗർ ഗോപുരോ പിസ്സ ഗോപുരോ അല്ലയോ? പിന്നെ എന്തായാലും തിന്നുന്ന അന്നല്ലേ. എല്ലാം കുഴപ്പിക്കാൻ വേണ്ടി നിന്നോണോ? ഇന്നിറങ്ങി ഇവിടുന്ന് ഇറങ്ങും. ഞാൻ വേറൊരു കാര്യം പറയാം. നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. ഞാനൊരു പെൻസിൽ തന്നായിരുന്ന, എന്നിട്ട് ആ പെൻസിൽ എവിടെ? പെൻസിലാ? അയ്യോ ഇതല്ല, ഞാൻ തന്നത് വലിയ പെൻസിലാ. ഓഹ്, അതിന് മുറിച്ച് ചെറുതാക്കി നീ തന്ന വലിയ പെൻസിലല്ലേ? അത് പ്രസവിച്ചതാണ് ഈ കുഞ്ഞു പെൻസിൽ. എടാ എന്റെ ഉളി ഇങ്ങെടുത്താടാ. ഉളി ഇത് ചെറിയ ഉളിയല്ലേ, വലിയ ഉളികള്. ആശാൻ തന്ന വലിയ ഉളിയില്ലേ, ആ വലിയ ഉളി പ്രസവിച്ചതാണ് ഈ ചെറിയ ഉളി. എന്നിട്ട് ആ വലിയ ഉളി എന്തിയെ? പ്രസവ സിസേറിയനായിരുന്നു, വലിയ ഉളി മരിച്ചു. നീ ഏതെങ്കിലും പണി മര്യാദക്ക് എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആര്? നീ. നിങ്ങൾക്ക് അറിഞ്ഞോളത്തുണ്ടാണ് പത്മനാഭപുരം കൊട്ടാരത്തിന്റെ കൽത്തൂണുകൾ, പാളയം പള്ളി, ഭീമാപ്പള്ളി, ഇതൊക്കെ പണിഞ്ഞത് ആരാ? ആരാണ് ഇതൊക്കെ പണിഞ്ഞത്? അടിപൊളി എന്നാട്ടോ, കണ്ട കണ്ണ് കളി പോവും. നമ്മളും ചെയ്യൂടെ? ഓ നിങ്ങൾ ചെയ്യൂല, പറയും. എന്തോന്ന്? എന്നൊന്നും ചെയ്യല്ല, ഞാൻ വേല ആവർത്തിക്കില്ല, കൊല്ലല്ലേ. പിന്നെ നിന്നെ പറഞ്ഞു വിടാത്ത എന്താണെന്നറിയാം? നീ ഇതിന്റെ പുറകെ ഒരു നർത്തകിയുടെ രൂപം ഉണ്ടാക്കി വെച്ചില്ലേ? അതുപോലത്തെ ഒരു രൂപം ഇതിന്റെ ഫ്രണ്ടിലും കൂടെ ഉണ്ടാക്കി വെക്കണം. നർത്തകിയുടെ രൂപം എവിടെ? നീ പിറവെ ഒരു നർത്തകിയുടെ രൂപം ഉണ്ടാക്കി വെച്ചില്ലടാ. അയ്യോ, ഞാനത് ഇവിടെ കിടന്ന വേസ്റ്റ് എല്ലാം കൂടെ അവിടെ കൊണ്ട് തട്ടിയതാണ്. അത് അങ്ങനെ എന്നാ പിന്നെ മിണ്ടണ്ട, നമുക്കത് മറിച്ച് വിൽക്കാം. അതാ നല്ലത്. സത്യം പറഞ്ഞാൽ നിന്നെ ഇങ്ങനെ വഷളാക്കുന്ന ആരാന്ന്? നിന്റെ അമ്മ. എന്റെ അമ്മ വല്ലതും പറഞ്ഞോണ്ടല്ലോ. എന്റെ അമ്മ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയതാ. ഇതുവരെ ഓരോ വീട്ടിന്റെ അടുക്കള പണി ചെയ്തിട്ട് എന്റെ അമ്മ എന്നെ വളർത്തിയതാ. അണ്ണൻ അറിയാമോ, പ്രപഞ്ചത്തിലെ പോരാളിയാണ് അമ്മ. എന്നിട്ട് അമ്മ ഇപ്പൊ എവിടാ? ഭാര്യക്ക് ഇഷ്ടമല്ലാത്തോണ്ട് പെങ്ങളെ വീട്ടിൽ കൊണ്ടാക്കി. ഉത്സവത്തിന് വരും പോരാളി തിന്നായി. നീ അതിരിക്കട്ടെ, ഇവിടുത്തെ ലിസ്റ്റ് ഒക്കെ ഇട്. ലിസ്റ്റ് ഇവിടെ എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തു പൊടിക്കാനുള്ള സാധനം എടുത്തു വെച്ചോ. അലൂമിനിയം പൊടിക്കൽ കസേര, അലൂമിനിയം പൊടിക്കൽ. അലൂമിനിയം പൊടിക്കൽ. എടാ എലീന പഠിക്കല് അതിനൊരു കസേര പണിയണോന്ന്. അലൂമിനിയം പൊടിക്കൽ അത് ചെയ്യാം. ഒന്നുമില്ല, സത്യം പറയുന്നത്. അതുകൊണ്ട് അവിടുന്ന് വലിച്ചെടുത്തത്. ഇത് ചിരിക്കുറ്റിയല്ലയോ? ഇതെന്തിനാ? അണ്ണ ഇതിനകത്തിട്ട് അടിച്ചാ പൈസ കിട്ടുമെന്ന്. നമുക്ക് വീട്ടിൽ കൊണ്ട് അടിച്ചോണ്ടിരിക്കാം. അടിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല, പണി ചെയ്യണം, എന്നാലേ കിട്ടുവോളൂ. ഇതെന്തോന്നു? അത് സംഭവം എന്ന് വെച്ചാല് ഇവിടുത്തെ കണ്ടസ്റ്റൻസ് ഒരു കൊട്ടേഷൻ തന്നിട്ടുണ്ട്. എന്തുവാ?
സംഭവം എന്ന് വെച്ചാൽ ഇതിന്റെ പിറവെ ഒരു ക്ലോക്ക് ഉണ്ട്. അത് കുറെ മുന്നോട്ട് കിടന്നിട്ട് പിറകോട്ട് നടക്കുന്നൊരു പരാതി. അതിന്റെ റിവേഴ്സ് ഗിയർ ഞാനിങ്ങ് ഊരി. ഇത് ഞാനെങ്കിൽ ഇവിടുത്തെ കണ്ടസ്റ്റന്റിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. തിരിച്ചു വരല്ലേ, സൂചി തിരിച്ചു വരല്ലേ. അതെനിക്ക് പറഞ്ഞു വിട്ടു. വേറൊരു കാര്യമുണ്ട്, എനിക്ക് ഈ പണി ഇവിടെ എല്ലാം കൂടെ കിടന്ന് ഒറ്റയ്ക്ക് ആക്കൂല. നിങ്ങളെ ബാബുവിനെ കൂടെ വിളി. എടാ ബാബു വരത്തില്ല. ബാബുവിന് തിമിംഗലത്തിന്റെ ഛർദിൽ കിട്ടും. എടാ തിമിംഗലത്തിന്റെ ഛർദിലിന് 50 ലക്ഷം രൂപയുണ്ട്. തിമിംഗലം ഛർദില്ല, ഞങ്ങൾ അവിടുത്തെ രമണി ചേച്ചി ഛർദിച്ചപ്പോ 12 ലക്ഷം രൂപയായി. രമണി ചേച്ചിയുടെ ഛർദിലിന് 12 ലക്ഷം. ഛർദിലല്ല, ഛർദിൽ ഒതുക്കി തീർക്കാൻ 12 ലക്ഷം രൂപയായി. നിങ്ങൾ ഇറക്കി വിട്ടാൽ ഞാൻ ജീവിക്കും. ഞാൻ എന്റെ പഴയ പണിക്ക് പോകും. നീ എന്തോന്ന് പണിക്ക് പോകും? ഷോർട്ട് ഫിലിം സംവിധാനം. എന്താണ് ഷോർട്ട് ഫിലിം? നിങ്ങൾക്കറിയാമോ, എന്റെ 20ാമത്തെ വയസ്സിൽ 20 നായികമാരെ വെച്ച് ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തു. 6 മാസം എടുത്ത് ഷൂട്ടിങ് തീരാനോ? എന്റെ പേരുവശം തീരാൻ. ഞാൻ കിടന്ന് ഓടിയ ഓട്ടം. അത് കഴിഞ്ഞിട്ട് ഞാൻ രേഖാചിത്രം വരക്കും. നിങ്ങളുടെ മുഖം ഒരു വട്ടം എന്റെ മനസ്സിൽ പതിഞ്ഞാൽ മതി, ഞാൻ വരയ്ക്കും. എന്റെ ചിറ്റപ്പനെ വീട്ടിൽ നിന്ന് കാണാതായപ്പോ വീട്ടിലൊറ്റ ഫോട്ടോ ഇല്ല. ഞാനല്ലേ രേഖാചിത്രം വരച്ച് പത്രത്തിൽ കൊടുത്തിട്ട് ചിറ്റപ്പനെ കാണാനില്ല, തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടത്. എന്നിട്ട് ചിറ്റപ്പൻ വന്ന പോലീസ് വന്നു. മൈക്കിൾ ജാക്സൺ എന്നും ഒരാടാ തെക്കേള വീട്ടിൽ സുധാകരന്റെ മോൻ സദാശിവനായിരുന്നു. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. എന്റെ മേടിച്ച 1000 രൂപ, എന്റെ മേടിച്ച 1000 രൂപ മൊബൈൽ ഇട്ടിട്ടുണ്ട്. ഗൂഗിൾ പേയില അല്ല, മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ഇന്നില്ല നാളെ തരാന്ന്. അത് നീ എപ്പോഴെങ്കിലും ഇതിന്റെ പണി തീർന്നോ? ഇതിന്റെ പണി തീർന്നു. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, 500ാമത്തെ എപ്പിസോഡിന്റെ ഷൂട്ട് തുടങ്ങാൻ പറയട്ടോ. വേറെ പ്രശ്നമുണ്ട്, ഷൂട്ട് തുടങ്ങാൻ പറ. പക്ഷെ ഇവിടെ ആളെ കയറ്റാക്കൂല. ആള് കയറാനെനിക്ക് എന്തിനാ ചീരാടാനാടാ ഫ്ലോർ. നമ്മളീ പറഞ്ഞത് പൊളിഞ്ഞു വീഴുമെന്ന്. പൊളിഞ്ഞു വീഴോ? അപ്പൊ ഇവിടുന്ന് അടി കിട്ടും. അതിന് മുമ്പേ നമുക്ക് അങ്ങ് മുങ്ങിയാലോ? മുങ്ങാം. പക്ഷെ അവര് കേസ് കൊടുക്കും. പഞ്ചൂര് കോടതിയിലെ പുളിനാമ്പ് പോലെ നമ്മളെ അറിഞ്ഞൂടെ. നീ പേടിക്കണ്ട കേട്ടോ. അടുത്ത ആഴ്ച ഒരു പണി വന്നിട്ടുണ്ട്. ISROയിലാണ്, കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലാണ്. എന്റെ ദൈവമേ, ഇത്ര നാൾ വഞ്ചൂര് കോടതി കയറിയാ മതിയായിരുന്നു. ഇനി ഡൽഹിയിലെ സുപ്രീം കോടതിയിൽ അത് ഇന്നേന്ന് ഇറങ്ങണമല്ലോ. ദൈവമേ, സുപ്രീം കോടതി ഒരു വിധമാണ് ഇവിടെ വരെ കൊണ്ട് എത്തിച്ചത്. ഇനി സുപ്രീം കോടതി കടന്ന് പിടിക്കാതെ വാ പോവാ.